യേശുവിൽ പ്രിയപ്പെട്ടവരെ, അന്ത്യവിധിയുടെ സമയത്ത് ഈശോ ആഗതനാകുമ്പോൾ അവിടുത്തെ മുമ്പിൽ ലജ്ജിതരാകാതെ ആത്മധൈര്യത്തോടെ നിൽക്കാൻ സാധിക്കുക വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതിനായി നാം യേശുവിൽ വസിക്കണമെന്നാണ് യോഹന്നാൻ നമ്മളോട് ആവശ്യപ്പെടുക. വസിക്കുക എന്ന് പറയുമ്പോൾ അവിടുന്ന് വിശ്വസിക്കുക തന്നെയാണ്. അവിടുന്ന് ആഴമായ വിശ്വാസം പ്രകടിപ്പിച്ച എല്ലാവരെയും ഈശോ അഭിനന്ദിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ആത്മധൈര്യത്തോടെ യേശുവിൻ്റെ മുമ്പിൽ അന്നുണ്ടാവും. പിന്നെ ഈശോയെ പ്രതി സ്വയം പരിത്യജിച്ച് എല്ലാം ഉപേക്ഷിച്ച് അവിടത്തേക്ക് വേണ്ടി ജീവിച്ച് മരിച്ചവർ ശിഷ്യന്മാരെല്ലാം അവിടുത്തെ മുമ്പിൽ ഉണ്ടാവും. പിന്നെ നല്ല അയൽക്കാരനായി മാറിയ സമറിയാക്കാരൻ, തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് തനിക്കുള്ള വക ഭണ്ഡാരത്തിൽ നിക്ഷേപിച്ചതിൻ്റെ പേരിൽ കുറവ് അനുഭവിക്കേണ്ടി വന്ന ദരിദ്രയായ വിധവ, യേശുവിനെ കണ്ടതിനെ തുടർന്ന് സ്വത്ത് ഒത്തിരിയും മറ്റുള്ളവർക്കായി വീതിച്ചു കൊടുത്ത് ജീവിത നവീകരണം പൂർത്തിയാക്കിയ സക്കേവൂസ്, തങ്ങൾക്ക് കിട്ടിയ താലന്തുകൾ ഇരട്ടിയായി വർദ്ധിപ്പിച്ച് വീണ്ടും അത് യജമാനൻ്റെ പക്കൽ സമർപ്പിച്ച, ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച ഭൃത്യന്മാർ, കർത്താവേ ഞാൻ പാപിയാണ്, എന്നിൽ കനിയണമേ എന്നൊക്കെ പ്രാർത്ഥിച്ച ചുങ്കക്കാരൻ, സൗഖ്യം കിട്ടിയവരിൽ തിരികെ വന്ന് നന്ദി പറയാൻ മനസ്സ് കാണിച്ച കുഷ്ഠരോഗിയായ മനുഷ്യൻ, ഇങ്ങനെ അനേകരുണ്ട് യേശുവിൻ്റെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കുന്നവർ. അവരോടൊപ്പം നമുക്കും ലജ്ജിതരാകാതെ ആത്മധൈര്യത്തോടെ നിൽക്കാനായി ജീവിതം നവീകരിക്കാം, അതിനായി പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോയെ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.